ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. വന്ന് ഇവിടെ കണ്ടൽക്കാട് കണ്ട, ഇതിനകത്ത് ആ മഞ്ഞ പൂ നിൽക്കുന്ന കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആനത്താമര. ഈ ആനത്താമര പറിക്കണം എനിക്ക്. കണ്ട ഇവൾക്ക് മുഖം കണ്ട, കാണിച്ചു തരാം മോനെ, കാട്ടിലോട്ട് പോലെ. ഈ മുഖം കണ്ട, ഈ മുഖം, ഈ കൈ കാണിച്ചോട് തന്നെ, കയ്യിലൊക്കെ അതുണ്ട്. മുഖത്താണ് നല്ലത്, നോക്ക് കണ്ട. അപ്പം ഇത് 2 സൈഡിലും ഉണ്ട്. അപ്പം ഇത് ഈ ആനത്താമര എല്ലാ വർഷവും, മസർമോള് വാ, എല്ലാ വർഷവും വരുന്നതാണ്. ഇതിപ്പോൾ ചതുപ്പാണ്. അള്ളാഹു എങ്ങനെ ഇത് പറിക്കുമെന്ന് അറിഞ്ഞൂടാ. കാരണം ഇതിപ്പം ആ മഞ്ഞ പൂ തീക്കുന്നില്ലേ, ഇപ്പം കാടാണ് ഇവിടെ. എന്നും പാലെടുത്തിട്ട് വരണ വഴി വേറെയാണ്. ഇന്നിപ്പോൾ എനിക്ക് അത് പറിക്കണം. ഇതിന് മസർമോള് വാ, ഇത് നമുക്ക് ഈ കണ്ടൽക്കാട്, ഈ ചവിട്ടാൻ പറ്റില്ല, പാമ്പിൻ്റെ ഏരിയയാണ്. അപ്പം ഇത് നമുക്ക് ജലദോഷമൊക്കെ ആയി, തലവേദനയൊക്കെ തുടങ്ങുന്നത്. മൊത്തം കാടാണ് ഇവിടെ. മഴ പെയ്താൽ ഭയങ്കര ഊറ്റാണ്. നമ്മളെ പണയില്ലേ, വയൽ അത് നികത്തിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ചെറിയ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് മുത്തുമോനെ ഏണ്ട, ഇവിടെ ഭയങ്കര പന്നിശല്യമുണ്ട് മക്കളെ. ഇവിടെ ചവിട്ടല്, ഇവിടെ ചതുപ്പാണ്, ഇതിവിടെ ഇറങ്ങരുത്. ഇന്നില്ല ഉമ്മച്ചി പറഞ്ഞുതരാം. അല്ലാ, മക്കളെ കൊണ്ട് സൂക്ഷിച്ചു വരി മക്കളെ. അപ്പോൾ മക്കൾ ഇവിടെ നിന്നിട്ടേ, ഇത് ഇവിടെ ഭയങ്കര പന്നിശല്യമാണ്. ഇവിടെ നിന്നിട്ടേ, നീ അവിടെ നില്ല് മോനാ, പൊന്നെ അവിടെ നില്ല്. അപ്പോൾ ഉമ്മി പോയി ഇതോ ആ മഞ്ഞ പൂവുള്ളത് പറിക്കണം. മക്കളിവിടെ നിന്ന് ക്യാമറ പിടിക്കണം കേട്ടാ. മക്കളെ കൊണ്ട് ഈ ചതുപ്പ് ചാടത്തില്ല. മക്കൾ വെള്ളമൊന്നും എറിയണ്ട. ഇത് കണ്ട, ഉമ്മച്ചി പോയി പറിക്കട്ടെ. ഇത് കാണിക്കേ, ഉമ്മച്ചി നടന്നു പോണത് കാണില്ല. ഇറങ്ങാൻ പോവാനെ കുളത്തി. മോനെ ഇറങ്ങല്ലേ, അവിടെ ചതുപ്പാണ്, കാല് പൂന്തിപ്പോയേ എടുക്കാൻ പറ്റൂല. ഇനി ആണ്ട് എത്തച്ചിക്ക് ഇത് പറിക്കട്ടെ. ഒരു പറക്കെല്ലാം കൂടെ എടുത്ത് അതുകൊണ്ടില്ലേ മുതലൊക്കെ ഉണ്ടായിട്ട് വെള്ളത്തിൽ. എന്നാൽ കല്ലൊക്കെ വാർപ്പയിലെടുത്ത് എറിയണം. ഒരു മുതല ചാടിക്കെടുത്ത് എല്ലാ മണ്ണുള്ള വാഴന്ന് അറിയാം. മക്കളെ പൊന്ന, ഇത് പിടിക്ക്, ഇത് പിടിച്ചാണ് പൂവ്. എല്ലാം കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് പൂവ്, ഇതിൻ്റെ ഇലയാണ്. ആനത്താമര, ഇന്നാൾ ഊളം താമര എന്നാണ് പറഞ്ഞത്, തെറ്റി പറ്റിപ്പോയി. പിടിയോക്കളെ, പിടിക്കിറക്കി പൊന്ന, നടക്കി ഉത്തു, കല്ലിറക്കി എറിയണണ്ട. വരി പൊന്ന. അല്ലാ, ഇത് മോക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. തല വെട്ടി പൊളക്കണ വേദന. ഇനി എൻ്റെ വീട്ടിൽ പോകണം, അവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. നാളെ പെയിൻ്റ് അടിക്കാൻ ആൾ വരും. പൊതുക്കെ പോവന്നാ, അതവിടെ വെച്ച് ഫ്രണ്ടിൽ പോവും മോനാ. അപ്പോൾ ഇത് കണ്ടൽക്കാടാണ്. നമുക്ക് നടുക്കൂടെ ഇറങ്ങത്തില്ല, സ്ട്രൈറ്റ് ഇറങ്ങിയാൽ ഭയങ്കര പാമ്പ് ശല്യമാണ്. അപ്പോൾ ഇതുവഴിയൊക്കെയാണ് നമ്മളെ യാത്രകൾ. ഇതുവരെ നമുക്ക് റബ്ബിൻ്റെ അനുഗ്രഹത്താൽ തടസ്സങ്ങളൊന്നും പടച്ചവൻ കാണിച്ചു തന്നിട്ടില്ല. അത് തന്നെ ഹൈർ. അതാണ് എല്ലാവരും വിളിച്ചിട്ട് വരണം. നിൻ്റെ ജീവിതത്തിന് കുറച്ച് കഷ്ടപ്പാട്, കുറച്ചല്ല, ഫ്രണ്ടിൽ പോയി ഒരു 90% കഷ്ടപ്പാട് എനിക്ക് മാറിയാണ്. പൊന്നാ മാറി എന്നോട് പൊന്നാ, അവൻ പോട്ട്. അല്ലാ, ജോലി കഴിഞ്ഞ് ഇന്നത്തെ വെയിലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അതികഠിനം.
പൊന്നുമോനെ ഞാൻ ചേച്ചിയുടെ കടയിൽ നിർത്തിയിരിക്കുകയാണ്. കാര്യം എന്തെന്നറിയാമോ, അവന് സുന്നത്താണ്. ഇന്നലെ കടയിൽ അതൊക്കെ ഉമ്മി വെച്ചോളാം പൊന്നാ. വേഗടിക്ക്, നമുക്ക് ഇതുവഴി തന്നെ കയറി പോവാം. ഇനി അടിക്ക്, ഉമ്മി ഇതെടുത്തോളാം, ഇല പിടിച്ചോളാം. ഇത് അരച്ച്, ഇതിൻ്റെ പൂവ് കണ്ടില്ലേ ഞങ്ങൾ, ഇത് അരച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കുറേശ്ശെ ഈ കൈ ഇതുള്ളൂ. ഒരാഴ്ച ഇടുമ്പം തന്നെ ഇത് മാറും. മുത്തുമോൻ ഫ്രണ്ടിലേ പോകണ്ട, ഉമ്മി വഴി കാണിച്ചു തരാം. നിങ്ങൾ 2 ബേക്കിലേ വരി. അപ്പോൾ ഇതാണ് നമ്മളെ പുന്നോട് പോണ വഴി. ഇത് അക്കരെ കയറി എൻ്റെ പുന്നോടായി. 60 രൂപ ഓട്ടോ കൂലിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. ചില യൂട്യൂബേഴ്സ് കാണും. എൻ്റെ പാലുകാച്ചന് ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ വിചാരിക്കും പോലെ അല്ലല്ലോ കാര്യങ്ങൾ. നമ്മൾ കുറച്ചിങ്ങനെയൊക്കെ വിചാരിച്ചാലും ചിലപ്പോൾ അപ്രതീക്ഷിതമായി ജോലികളൊക്കെ വരും. മാനത്ത് കണ്ണി മീങ്ങണ്ട. ഇനി പിള്ളേർക്ക് അതൊന്നും അറിഞ്ഞൂടെ കേട്ടോ. പണ്ടത്തെ മക്കളല്ലേ. എവിടെ മക്കളെ മാനത്ത് കണ്ണി പോയാ? കാലാണ്ടേ പൊക്കി വെക്കലാണെങ്കിൽ ചെളിയിൽ കുഴുങ്ങും. വാ പാവാട പൊയ്ക്ക് വേണ്ട മോള് കൂട്ടി. അല്ലാ മുത്തുമോൻ കയറി വരണം നോക്ക്. വാ പൊന്നാ, കയറിപ്പോ മസ്രു. ഇതിൽ പിടിച്ചോ, ഉമ്മി ഇറക്കാം. അല്ലല്ലോ കണ്ടങ്ങൾ കരയണല്ലോ, അത് കല്ല കരട്ടിലാണ്. അച്ഛനെ വരി, എനിക്ക് വയ്യ, അത്തി വെള്ളമെങ്കിലും കുടിക്കണം. വാ ഉമ്മി കൈ പിടിച്ചോളാം. ഉമ്മി കൈ മൊത്തം റബ്ബറും കറയണു എന്നാ. വാ ഉമ്മി കൈ പിടിച്ചോളാം. അല്ല പതുക്കെ ചാട്. അല്ല ഞാൻ പറഞ്ഞില്ലേ അവന് കുറച്ച്, മോള് കയറുന്നാടാ, അങ്ങോട്ട് കയറുന്നാടാ, കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവനെ കൂടുതൽ, അവനിക്ക് ഈ കുന്ന് മല അതൊക്കെ കയറുമ്പോൾ ഭയങ്കര പേടിയാണ്. വീണ് പോവോ. പണ്ട് ഇടിയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര പേടിയാണ്. അതിൽ നിന്നൊക്കെ അൽഹംദുലില്ലാ മാറി. നമ്മളിനി ഈ കയറ്റം കയറി അങ്ങെത്തുന്നത് നമ്മളെ ചേച്ചിയുടെ കടയായി. ചേച്ചിയുടെ കട കാണിക്കാൻ പറ്റുമോ എന്തോ. ഇൻഷാ അല്ലാ ചേച്ചിക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര സങ്കടമാണ്, കാരണം വിഷമമാണ്. പെട്ടെന്ന് കയറി നടക്കി. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി ഇന്ന് തൊട്ട് തിരക്ക് തുടങ്ങിയാണ്. ഇവിടെ വീട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഭിത്തിയിൽ വൈറ്റ് അടിക്കാനേ ഹോം ടൂറൊക്കെ കാണിക്കുന്നുണ്ട് പാലിയാച്ചിൻ്റെ തലേന്ന്. പിന്നെ ചൊവ്വാഴ്ച പൊന്നിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ബുധനാഴ്ച ഞാൻ പോവില്ല, കാരണം എനിക്കതൊന്നും കാണാനുള്ള ശേഷി ഇല്ല. അവനിക്ക് മുമ്പ് ഞാൻ കരയും. അതുകൊണ്ട് കൊണ്ടുപോയിട്ട് വരാം. മാമച്ചി, വാപ്പ, സഹോദരൻ എല്ലാവരും കാണും. നീ ശ്വാസം മുട്ടൽ പോലെ വരണത് കുന്നും തേരിയും കയറിയിട്ടാണ്. നേരെ പോപ്പല്ല വഴിയെ നേരെ, അങ്ങനെയല്ല, നേരെ ഇങ്ങോട്ട് കയറ്. ഇവിടെയൊക്കെ മൊത്തം കാടുകൾ. നമ്മളിവിടെ കൂടുതൽ റബ്ബറാണ്, കാരണം ഇവിടെയൊന്നും വീടുകളില്ല അങ്ങനെ. ഇപ്പോൾ വീടുകൾ പക്ഷെ വരുന്നുണ്ട്. ഇതുവഴി തന്നെ ഞാനും ഉമ്മായൊക്കെ 60 രൂപ ഓട്ടോ കൂലി കൊടുക്കണ്ടല്ലോ എന്ന് മേടിച്ച് നമ്മൾ ഇതുവഴി തന്നെ നടക്കുന്നത്. മക്കളെ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വെച്ചാണ്. ഇന്ന് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്ന് കാണിക്കണ്ടേ? മസ്റൂറാക്ക് ബുക്കും പെൻസിലും പേനയും, മുത്തൂന് ഇനിയിപ്പോൾ വേഗം ഊരണ്ടവാ. മുത്തൂനും ഒരു ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് അപ്പൂപ്പനും ലൈറ്റ് കത്തുന്ന ചെടിയും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ വൈകിട്ടേ വീഡിയോ അപ്ലോഡ് ചെയ്യൂ, കാരണം എൻ്റെ കൂട്ടുകാരി വൈഫൈ തന്നാൽ അവിടെ പോകണം. അപ്പോൾ തിരിച്ച് വൈകിട്ട് വീട്ടിലാണ് സ്റ്റേ. ഞായറാഴ്ച ഒരു കല്യാണം. അപ്പോൾ ഇനി അങ്ങോട്ട് തിരക്കുകളാണ്. ദുആയിൽ ഉൾപ്പെടുത്തണം. ചിലപ്പം വീഡിയോസ് വൈകും. ഏതെങ്കിലും ഒരു സമയമുള്ള വീഡിയോയെ ഇടാൻ പറ്റുള്ളൂ. എൻ്റെ കൂട്ടുകാരി ഉള്ളതുകൊണ്ട് ഒന്നും ഞാൻ അറിയുന്നില്ല. കണ്ട, നിങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനത്തെ പ്രദേശം? അല്ലോ, ഇന്ന് എന്നത്തെയും പോലെ അല്ല, ഇന്ന് പെട്ടുപോയി. ഇതൊക്കെ വേറെ ആൾക്കാർ വെട്ടുന്നതാണ്. ഇനി കൈയും കാലും വെള്ളിയാഴ്ച ആണെങ്കിൽ പോലും കൈയും കാലും ഒക്കെ ഇനി വൃത്തിയാക്കാറുണ്ട്. കാല് മൊത്തം റബ്ബറും കറ, കൈ മൊത്തവും റബ്ബറും കറ. ഇതെല്ലാം വെള്ളം നനഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ രോമം ഉള്ളതുകൊണ്ടേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഒരുപാട് ഇത്താമാർ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നാളെ താമസമില്ല. ഇത് പണ്ട് ബേക്കറി ആയിരുന്നു, അലുവ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ സലാം പറഞ്ഞോളൂ തന്നെ. അപ്പോൾ എല്ലാവരും വിളിക്കും പാലിയാച്ചിന്. വിളിക്കേ, നമ്മുടെ വീട്ടിനൊരു നല്ല പേരിടണം. അല്ലാ, പിന്നെന്താണ്, 4 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ മൂത്ത മകൻ എനിക്ക് തണലായേന. ഒരാളൊന്നും ഭൂമിയിലില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാം
അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ അവൻ കാത്തിരിക്കും. ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. അപ്പോഴും അസ്സലാമു അലൈക്കും.